നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, മഞ്ഞുമൂടിയ മലനിരകൾ, ആകാശത്ത് വർണ്ണവിസ്മയം, കൂടെ സാന്റാക്ലോസിന്റെ വസതി. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായ ഫിൻലാൻഡിലേക്ക് സ്വാഗതം. ഫിൻലാൻഡിന്റെ വടക്കേ അറ്റത്തുള്ള ലെപ്ലാൻഡ് പ്രവിശ്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? മഞ്ഞുമൂടിയ ആകാശത്ത് വർണ്ണങ്ങൾ വിരിക്കുന്ന നോർത്തേൺ ലൈറ്റ്സ് കാണാൻ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട്. ശരിക്കും ഇതൊരു പ്രകൃതി വിസ്മയം തന്നെയാണ്. ഇനി ലെപ്ലാൻഡിന്റെ തലസ്ഥാനമായ റൊവാനിയേമിയിലേക്ക് വന്നാലോ? ലോകം മുഴുവൻ കാത്തിരിക്കുന്ന സാന്റാക്ലോസിന്റെ യഥാർത്ഥ വസതി ഇവിടെയാണ്. സാന്റാക്ലോസിനെ നേരിൽ കാണാനും മനസ്സ് തുറന്ന് സംസാരിക്കാനും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ മാന്ത്രികമായ ഒരു അനുഭവമാണിത്. ഇനി ഫിൻലാൻഡുകാരുടെ ഏറ്റവും വലിയ രഹസ്യം അതാണ് സൗന. കേട്ടാൽ അത്ഭുതം തോന്നും. ഫിൻലാൻഡിലെ ജനസംഖ്യയുടെ പകുതിയോളം സൗനകളുണ്ട്. ഈ കൊച്ചു രാജ്യത്ത് മിക്കവാറും എല്ലാ വീടുകളിലും അപ്പാർട്ട്മെന്റുകളിലും സൗന നിർബന്ധമാണ്. ഇത് അവർക്കൊരു വെറും കുളിമുറിയല്ല, മറിച്ച് മനസ്സും ശരീരവും റിലാക്സ് ചെയ്യാനുള്ള ഒരിടമാണ്. കഠിനമായ തണുപ്പിൽ പുറത്ത് മഞ്ഞ് വീഴുമ്പോൾ അകത്ത് ചൂടുള്ള നീരാവിയിൽ ഇരുന്നാൽ ആ സമ്മർദ്ദമെല്ലാം പമ്പ കടക്കും. സൗന എന്നത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ദിവസം മുഴുവൻ നീണ്ട തിരക്കുകൾക്ക് ശേഷം സ്വയം ശാന്തരാകാനും ഏകാന്തതയിൽ മനസ്സ് തുറക്കാനും അവർ കണ്ടെത്തുന്ന ഒരിടം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജീവിത രീതിയാണ്. പ്രകൃതി മാത്രമല്ല, ഇവരുടെ ജീവിത രീതിയും ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാടുകളിലൊന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാം, അത് ഫിൻലാൻഡാണ്. രാജ്യത്തിന്റെ ഭൂരിഭാഗം കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു നാട്. പക്ഷെ ഇവിടെ കാട് എന്നത് വെറും മരക്കൂട്ടങ്ങളല്ല, ആർക്കും ആസ്വദിക്കാവുന്ന ഒരു വലിയ വിസ്മയമാണ്. ഇവിടുത്തെ എവരിമാൻസ് റൈറ്റ്സ് നിയമം വളരെ സിമ്പിളാണ്. കാട് ആരുടേതായാലും അത് പ്രകൃതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആർക്കും കാട്ടിൽ കയറാം, അലഞ്ഞു നടക്കാം, ടെന്റ് കെട്ടി കിടന്നുറങ്ങാം. കൂടാതെ ഇവിടുത്തെ കാടുകൾ ഒരു വലിയ കലവറ കൂടിയാണ്. ബ്ലൂബെറിയും ലിങ്കൻബെറിയും പോലുള്ള നാട്ടിൽ നല്ല വിലയുള്ള കാട്ടുപഴങ്ങളും കൂണുകളും ഇവിടെ കാടുകളിൽ സുലഭമാണ്. കടയിൽ പോയി പണം മുടക്കേണ്ട കാര്യമില്ല, എല്ലാം തികച്ചും സൗജന്യം. കാടിന്റെ യഥാർത്ഥ അനുഭവം വേണമെന്നുണ്ടെങ്കിൽ ഫിൻലാൻഡിലെ നാഷണൽ പാർക്കുകൾ തന്നെയാണ് ഏറ്റവും മികച്ച ഇടം. കാടുകളിൽ സമയം ചെലവഴിക്കാൻ ഫിൻലാൻഡുകാർക്ക് പ്രത്യേക സമയമൊന്നുമില്ലെങ്കിലും ക്യാമ്പിങ്ങിന് ഏറ്റവും അനുയോജ്യമായത് വേനൽക്കാലമാണ്. എങ്കിലും ശൈത്യകാലത്തെ അതിശൈത്യത്തെ പോലും വെല്ലുവിളിക്കാൻ തയ്യാറായുള്ള സാഹസികരായ സഞ്ചാരികൾ വർഷം മുഴുവൻ ഇവിടെ ക്യാമ്പ് ചെയ്യാറുണ്ട്. ഫിൻലാൻഡുകാരുടെ ഈ മനോഭാവത്തിന് പിന്നിൽ സിസു എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. എത്ര കഠിനമായ സാഹചര്യങ്ങളെയും മനക്കരുത്തോടെയും ധീരതയോടെയും നേരിടുക എന്നാണ് ഇതിനർത്ഥം. തണുപ്പിനെ വെല്ലുവിളിക്കാനുള്ള ആത്മവിശ്വാസമാണ് ഇവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. കാട്ടിൽ എവിടെ വെച്ചും തീ കത്തിക്കാൻ അനുവാദമില്ല. കാട്ടുതീ തടയാനും പ്രകൃതിയെ സംരക്ഷിക്കാനും സർക്കാർ പ്രത്യേകം തയ്യാറാക്കിയ ക്യാമ്പ് ഫയർ സൈറ്റ്സ് അവിടെയുണ്ട്. മരകഷ്ണങ്ങളും ഇരിക്കാനുള്ള സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടാകും. ആ സ്ഥലങ്ങളിൽ മാത്രമേ തീ കത്തിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും പാടുള്ളൂ. കൂടാതെ ഫിൻലാൻഡിലെ കാടുകൾ വന്യമൃഗങ്ങളുടെയും കൂടി വീടാണ്. കരടിയും ചെന്നായും ഒക്കെ അവിടെ ഉണ്ടെങ്കിലും അവ മനുഷ്യരെ കണ്ടാൽ ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. അതിനാൽ പ്രകൃതിയെ അവർക്കും കൂടി വിട്ടുകൊടുത്ത് വളരെ സൂക്ഷ്മതയോടെ മാത്രം ഇടപെടുക എന്നാണ് അവിടുത്തെ രീതി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീവ് നോ ട്രേസ് എന്ന തത്വമാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ഇവിടുത്തെ ഓരോരുത്തർക്കും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാട്ടിലേക്ക് എന്ത് കൊണ്ടുപോയോ അത് തിരികെ കൊണ്ടുവരണം എന്നത് അവിടുത്തെ നിയമമാണ്. പ്രകൃതിയെ ദ്രോഹിക്കാതെ അതിനോട് ചേർന്ന് ജീവിക്കുന്നതാണ് ഇവിടുത്തെ രീതി. പ്രകൃതിയുമായി ഇത്രത്തോളം ചേർന്ന് നിൽക്കാൻ പറ്റിയ മറ്റൊരു സ്ഥലമുണ്ടോ എന്ന് പോലും സംശയമാണ്. മതിലുകളില്ല, കമ്പിവേലികളില്ല, തടവുകാർക്ക് സ്വന്തം മുറിയുടെ താക്കോൽ. വടക്കൻ യൂറോപ്പിലെ ഫിൻലാൻഡ് എന്ന മനോഹരമായ രാജ്യത്ത് ഇങ്ങനൊരു വിചിത്രമായ ജയിൽ സംവിധാനമുണ്ട്. ഫിൻലാൻഡിൽ മൊത്തം 3000-ഓളം തടവുകാരിൽ ഏകദേശം 1/3 ആളുകൾ ഓപ്പൺ ജയിലുകളിലാണ് ഉള്ളത്. സൽക്കാവ പോലുള്ള ദ്വീപ് ജയിലുകളിൽ കൃഷിയും വനപരിപാലനവും ചെയ്യുന്നവരും നഗരത്തിലെ ജയിലുകളിൽ നിന്ന് ഫാക്ടറികളിലും ഓഫീസുകളിലും ജോലിക്ക് പോകുന്നവരുമുണ്ട്. ഇവിടെ തടവുകാരെ 2 വിഭാഗമായി കാണാം. ഒന്ന് പുറത്ത് ജോലിക്ക് പോകുന്നവർ, 2 ജയിലിനുള്ളിലെ പാചകവും ശുചീകരണവും ശമ്പളത്തോടെ ചെയ്യുന്നവർ. ഒരു കമ്മ്യൂണിറ്റി പോലെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അച്ചടക്കം തെറ്റിച്ചാൽ നേരെ ക്ലോസ്ഡ് ജയിലിലേക്ക് മാറ്റും. ശിക്ഷ തീരാറാകുമ്പോൾ നല്ല പെരുമാറ്റമുണ്ടെങ്കിൽ ഇത്തരം ഓപ്പൺ ജയിലുകളിലേക്ക് മാറ്റി പുറംലോകത്തേക്ക് മടങ്ങാൻ ട്രെയിനിങ് നൽകാറുണ്ട്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും സ്വകാര്യ മേഖലയിൽ ജോലി ലഭിക്കാൻ വലിയ തടസ്സമില്ല. എന്നാൽ സർക്കാർ ജോലികളിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഈ ഒരു റെക്കോർഡ് വലിയ തടസ്സമായി നിൽക്കും. ഫിൻലാൻഡിൽ ഒരു നിശ്ചിത കാലയളവിന് ശേഷം ക്രിമിനൽ റെക്കോർഡ് സർക്കാർ ഔദ്യോഗികമായി സീൽ ചെയ്യാറുണ്ട്. എന്നാൽ വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിസ കിട്ടാൻ ഈ പഴയ റെക്കോർഡ് ഇന്നും വലിയൊരു വെല്ലുവിളിയാണ്.
ചില രാജ്യങ്ങളുടെ കർശനമായ നിയമങ്ങൾക്ക് മുന്നിൽ ഈ റെക്കോർഡ് തടസ്സമായി തന്നെ നിൽക്കും. ജയിൽ എന്നത് വെറുമൊരു ശിക്ഷാ കേന്ദ്രമല്ല, അവരെ തിരുത്തി സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ പാഠശാലയാണ്. ഈ ജയിൽ മാതൃകയെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? പക്ഷെ അവിടെ താമസമാക്കുന്ന ഏതൊരാൾക്ക് നേരിടേണ്ടി വരുന്ന ചില കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ട്. സ്വർഗമാണെന്ന് കരുതി അങ്ങോട്ട് മാറാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ കഠിനമായ കാലാവസ്ഥയാണ്. വർഷത്തിലേറിയ പങ്കും മഞ്ഞുവീഴ്ചയും കൊടും തണുപ്പുമാണ്. സൂര്യപ്രകാശം വളരെ കുറവായ ശൈത്യകാലം പലരിലും സീസണൽ ഡിപ്രഷൻ അഥവാ മാനസികമായ മടുപ്പ് ഉണ്ടാക്കാറുണ്ട്. ഈ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുക എന്നത് കുടിയേറി എത്തുന്നവർക്ക് വലിയൊരു വെല്ലുവിളിയാണ്. രണ്ടാമതായി സാമൂഹികമായ ഒറ്റപ്പെടൽ. ഫിന്നിഷ് ജനത പൊതുവെ മിതഭാഷികളാണ്. പുറം നാട്ടുകാർക്ക് അവരുമായി പെട്ടെന്ന് സൗഹൃദത്തിലാവുകയോ അവരുമായി സാമൂഹികമായ ജീവിതത്തിന്റെ ഭാഗമാവുകയോ ചെയ്യുക അത്ര എളുപ്പമല്ല. ഇത് പലപ്പോഴും ഒറ്റപ്പെടലിന് കാരണമാകാറുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ജീവിത ചെലവാണ്. ശമ്പളം കൂടുതലാണെങ്കിലും സാധനങ്ങളുടെ വിലയും സേവന നിരക്കുകളും വളരെ ഉയർന്നതാണ്. വലിയൊരു ശതമാനം തുക ടാക്സായും ചിലവുകൾക്കായും പോയി കഴിഞ്ഞാൽ മിച്ചം പിടിക്കുക എന്നത് വലിയൊരു പരിശ്രമം തന്നെയാണ്. അവസാനമായി ലാംഗ്വേജ് ആണ്. ഫിന്നിഷ് ലാംഗ്വേജ് ലോകത്തിലെ ഏറ്റവും പഠിക്കാൻ പ്രയാസമുള്ള ഭാഷകളിൽ ഒന്നാണ്. പുറത്തു നിന്നുള്ളവർക്ക് ജോലി കണ്ടെത്താനും സാമൂഹികമായി മുന്നേറാനും ഫിന്നിഷ് ഭാഷ അറിഞ്ഞേ തീരൂ. ഇനി നിങ്ങൾ ചോദിച്ചേക്കാം, ഇത്രയും പ്രശ്നമുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ആളുകൾ അങ്ങോട്ട് പോകുന്നത്? അതിനുള്ള ഉത്തരം വിലയല്ല, മൂല്യമാണ്. ഇവിടെ നമ്മൾ അധ്വാനിച്ച് സമ്പാദിക്കുന്ന പണം ചികിത്സയ്ക്കും കുട്ടികളുടെ പഠനത്തിനുമായി ചിലവാക്കേണ്ടി വരുന്നു. എന്നാൽ ഫിൻലാൻഡിൽ ടാക്സ് കൊടുത്താൽ ബാക്കി പണം കുറവാണെങ്കിലും ജീവിതത്തിന്റെ ഗുണനിലവാരം സർക്കാർ ഉറപ്പാക്കുന്നു. മലിനീകരണമില്ലാത്ത അന്തരീക്ഷം, കുട്ടികൾക്ക് സമ്മർദ്ദമില്ലാത്ത വിദ്യാഭ്യാസം, അസുഖം വന്നാൽ സമ്പാദ്യം തീർന്നു പോകുമെന്ന പേടിയില്ലാത്ത ആരോഗ്യം. ഇതോടൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ് അവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ്. ജോലി സമയം കഴിഞ്ഞാൽ പൂർണ്ണമായും കുടുംബത്തിനും വ്യക്തിപരമായ കാര്യങ്ങൾക്കുമായി സമയം ചെലവഴിക്കാൻ കഴിയുന്നത് അവിടെ ഒരു ജീവിത രീതി തന്നെയാണ്. ഈ മനസമാധാനമാണ് പലരെയും അങ്ങോട്ട് ആകർഷിക്കുന്നത്. അതായത് നമ്മൾ നൽകുന്ന ഉയർന്ന ടാക്സ് ഫിൻലാൻഡ് തിരികെ നൽകുന്നത് സുരക്ഷിതമായ ഒരു ജീവിതമായാണ്. ഫിൻലാൻഡ് ഒരു സ്വർഗമല്ല, മറിച്ച് അച്ചടക്കവും കഠിനാധ്വാനവും കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ക്ഷേമരാഷ്ട്രമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള രസകരമായ വിഷയങ്ങൾ ഇനിയും കാണാൻ നമ്മുടെ